بسم الله الرحمن الرحيم يا رسول الله يا رسول الله يا حبيب الله يا حبيب الله يا رسول الله يا رسول الله يا حبيب الله يا حبيب الله. ഇസ്ലാമിക സാഹിത്യ രംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. പ്രസാധനത്തിന് പുറമെ നൂതന സാങ്കേതിക വിദ്യകളുമായി ബദർ TV ചാനൽ. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് സിയാറത്ത് ടൂർ പാക്കേജ്. ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ചലനങ്ങളുമായി ബദർ ഓൺലൈൻ ചാനൽ. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക badarpublications.com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 0495272343 9249946233 9048128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സമാദരണീയരായ പണ്ഡിതന്മാർ, ആദരണീയരായ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, വളരെ അനിവാര്യമായ ഒരു സന്ദർഭത്തിൽ, നിർബന്ധിതമായ സാഹചര്യത്തിൽ സംഘടിപ്പിക്കേണ്ടി വന്ന ഒരു പൊതു സംഗമത്തിലാണ് നമ്മളിപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി വ്യാപൃതരാകുവാനും ഇടപെടുവാനുമുള്ള തൗഫീഖ് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ലോകത്ത് അനേകം മതങ്ങളും പ്രത്യാശാസ്ത്രങ്ങളും തത്വചിന്തകളും വിവിധങ്ങളായ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ പരിസരങ്ങളെയും സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ വേണ്ടി ജന്മം കൊള്ളുകയും ആ കാലഘട്ടത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സന്ദർഭത്തിലേക്ക് കാലം കടന്നു പോകുമ്പോൾ പുതിയ സാഹചര്യങ്ങളോട് സമരസപ്പെടാൻ സാധിക്കാതെ കാലഗതി അടയുകയും ചെയ്തു പോയത് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ പ്രതലങ്ങളിൽ മനുഷ്യോൽപത്തിയോളം പഴക്കവും പാരമ്പര്യവുമുള്ള ഇലാഹിയായ ദർശനങ്ങളെ മാനവികമായ സമൂഹത്തിന്റെ ഗുണങ്ങൾക്ക് വേണ്ടി നാഥൻ നൽകിയതാണ് പരിശുദ്ധ ഇസ്ലാം. ഇതര മതങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നുമൊക്കെ വിശുദ്ധമായ ഇസ്ലാമിനെ മാറ്റി നിർത്തുന്നത്, വിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ ഭദ്രമായും ശക്തമായും കാലാകാലത്തേക്കും ഇവിടെ നിലനിർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമെന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിക നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും സ്വീകരിക്കുവാനും സ്വായത്തമാക്കുവാനും വേണ്ടി വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിന്റെ വേദഗ്രന്ഥങ്ങളായി തൗറാത്തും ഇഞ്ചീലും അതുപോലെ സബൂറും ഉൾപ്പെടെയുള്ള പരിശുദ്ധമായ ഖുർആൻ ഉൾപ്പെടെയുള്ള 4 വേദഗ്രന്ഥങ്ങൾ ലോകത്തേക്ക് നൽകിയെങ്കിലും
വിശുദ്ധമായ ഖുർആനല്ലാത്ത മറ്റ് 3 വേദഗ്രന്ഥങ്ങളും അതിന്റെ തനതായ വ്യക്തിത്വത്തെ കാലാന്ത്യം വരെ നിലനിർത്താൻ കഴിയാതെ ആ തൗറാത്തിന്റെ നിയമങ്ങളെ ദുർബലമാക്കപ്പെട്ടു എങ്കിലും ആ തൗറാത്തും ഇഞ്ചീലും സബൂറും ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥങ്ങൾ അതിന്റെ തനതായ വ്യക്തിത്വം നിലനിർത്താൻ കഴിയാതെ മനുഷ്യനിർമ്മിതമായ കൈകടത്തലുകളിലേക്ക് പരിപൂർണമായി വിധേയപ്പെട്ടു പോയതിന്റെ കാരണം ആ വേദഗ്രന്ഥങ്ങളെ വിഭാവനം ചെയ്ത് കടന്നുവന്ന പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾക്കു ശേഷം ആ വേദഗ്രന്ഥങ്ങളെ മനസ്സിലാക്കുവാനും ആ വേദഗ്രന്ഥങ്ങളെ മനുഷ്യർക്ക് വേണ്ടി വ്യാഖ്യാനിക്കുവാനും പുരോഹിതന്മാർ കടന്നുവരികയും ഗ്രന്ഥീകൃതമായ സ്വഭാവത്തിലെ അക്ഷരക്കൂട്ടങ്ങളായി കൊടുത്തു നിൽക്കുന്ന വാചകങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആ വേദഗ്രന്ഥങ്ങളുടെ വ്യക്തിത്വം വഴിമാറിപ്പോയി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതകളാണ്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. മഹാന്മാരായ മഹത്തുക്കളെയും പണ്ഡിതന്മാരെയും തേജോവധം ചെയ്യാൻ വേണ്ടി ഇവിടെ കടന്നു വന്ന കക്ഷികൾ അവരുടെ പ്രഭാഷണത്തിൽ ഉദ്ധരിച്ച ഈ ആയത്തുകൊണ്ടു തന്നെ എന്റെ പ്രസംഗത്തെ സമാരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധമായ ഖുർആൻ പ്രപഞ്ചാന്ത്യം വരെ ഈ ലോകത്ത് നിലനിൽക്കേണ്ട വേദഗ്രന്ഥമാണ് എന്നും അതുകൊണ്ടുതന്നെ ആ വേദഗ്രന്ഥത്തിന്റെ പരമപരിശുദ്ധിയെ പരിരക്ഷിക്കുവാൻ കാലാന്ത്യം വരെ ഞാൻ തയ്യാറാണ് എന്നും അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ആ വേദഗ്രന്ഥത്തെ അല്ലാഹു തആല പരിരക്ഷിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത വഴികൾ എന്താണ്? വിശുദ്ധമായ ഖുർആനിനെ ഒരു ഗ്രന്ഥമാക്കി അറബികളുടെ കൈകളിലേക്ക് കൈമാറി ഒരാൾ ഖുർആൻ പരിഭാഷ വായിച്ച് ഇസ്ലാം സമ്പൂർണമായി സ്വയത്തമാക്കി എന്ന് അഹങ്കരിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതുപോലെ അറേബ്യൻ ഭാഷയിൽ അഗാധ പാണ്ഡിത്യമുള്ള അറബികൾക്കിടയിൽ ഖുർആനിന്റെ കോപ്പികൾ ഫോട്ടോസ്റ്റാറ്റുകളായി വിതരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൈയെഴുത്തു കോപ്പികളായി കൈമാറി ഇതു നിങ്ങൾ വായിച്ചു നോക്കൂ എന്നിട്ട് മതത്തെ മനസ്സിലാക്കൂ എന്ന നിലപാടിനു പകരമായി അല്ലാഹു തആല പറയുകയാണ് വഅൻസൽനാ ഇലൈക ദിക്റ. അല്ലയോ നബിയെ, സമൂഹത്തിലേക്ക് മാർഗദർശകമായി നൽകിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ നമ്മൾ അങ്ങയുടെ ചുണ്ടുകളിലേക്കും ഹൃദയങ്ങളിലേക്കും നേർക്കുനേരെ സന്ദർഭികമായി കൈമാറാനുള്ള കാരണമെന്താണ്? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. സമൂഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഖുർആനിക വജസ്സുകളെ മനസ്സിലാക്കേണ്ടത് ഭാഷകളിലൂടെയോ അക്ഷരക്കൂട്ടങ്ങളിലൂടെയോ അല്ല, മറിച്ച് അങ്ങയുടെ പരിശുദ്ധമായ ചുണ്ടുകളിലൂടെ വിശദീകരിക്കപ്പെടുന്ന വിശദീകരണങ്ങളാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശദീകരണങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് കാലോചിതമായും സന്ദർഭോചിതമായും അവിടുത്തെ അനുയായികൾക്ക് നൽകി. 23 വർഷക്കാലത്തെ പ്രബോധനം കൊണ്ട് ആ പ്രബോധനത്തിന്റെ പരിസമാപ്തി പൂർത്തീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. അല്ലയോ സ്വഹാബികളെ, മുസ്ലിം സമുദായത്തിന് ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും പാർശ്വങ്ങളെ മുറുകെ പിടിക്കുവാൻ പര്യാപ്തമായ 2 പ്രമാണങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ആ പ്രമാണങ്ങൾ ഒന്ന് ഖുർആനാണ്, മറ്റേത് ഹദീസാണ്, സുന്നത്തുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിനു മാതൃകയായി സ്വഹാബത്തിനെ തര്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഈ ഹദീസുകൾ സമൂഹത്തിന്റെ മുമ്പിൽ വിതരണം ചെയ്തുകൊണ്ട് ചില കപടന്മാർ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന ചോദ്യമുണ്ട്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധമായ പ്രമാണങ്ങളെ പഠിച്ചറിഞ്ഞ് വിലയിരുത്തി പറഞ്ഞു തന്ന കർമ്മശാസ്ത്ര വിധികളെ എന്തിനാണ് അതിന്റെ സനദുകളെയും തെളിവുകളെയും പരതാതെ പണ്ഡിതന്മാരെ അന്ധമായി സ്വീകരിക്കേണ്ടത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് മുസ്ലിം സമുദായം പ്രമാണങ്ങളെ മനസ്സിലാക്കുവാൻ നാളിതുവരെയായി സ്വീകരിച്ച പരമോന്നതമായ പരിശുദ്ധമായ വഴികളെ കൊഞ്ഞനം കുത്താൻ ശരങ്ങളുമായി കടന്നു വന്ന കക്ഷികളുണ്ടായിരുന്നു ഇവിടെ. അവർ പറഞ്ഞത് താനും അല്ലാഹുവുമല്ലാതെ മറ്റൊരാൾക്ക് എന്റെ മതത്തിൽ ഇടപെടാൻ അവകാശമില്ല എന്നതായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ നിലപാടെന്താണ്? ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ് 2 പ്രമാണങ്ങൾ, ഖുർആനും സുന്നത്തും. ആ ഖുർആനുകളെയും സുന്നത്തുകളെയും അല്ലാഹുവിന്റെ ഹബീബ് കൈമാറിയത് കടലാസുകളിലേക്കോ അക്ഷരക്കൂട്ടങ്ങളിലേക്കോ അല്ല. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ മുമ്പിലേക്ക് കൈമാറിയ ഖുർആനും തിരുസുന്നത്തും ഏതാണ്?
അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളാണ്. ഞാൻ ഖുർആനും സുന്നത്തും നൽകിയത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ഞാൻ അത് കൈമാറിയത് നിങ്ങളുടെ കർമ്മപദങ്ങളിലേക്കാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മാനവ സമൂഹത്തെ ബോധ്യപ്പെടുത്തി, അസ്ഹാബി കന്നുജൂമി ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഖ്തദൈതും. അല്ലയോ മാനവ സമൂഹമേ, പരിശുദ്ധമായ ഇസ്ലാം ലോകത്ത് പ്രജ്വലിപ്പിക്കുന്ന പ്രകാശകിരണങ്ങളെ അടർത്തിയെടുക്കുവാനും ആവാഹിച്ചെടുക്കുവാനും ആഗ്രഹിക്കുന്ന ആളുകൾ അന്വേഷിക്കേണ്ടത് ഖുർആൻ പരിഭാഷകളല്ല. ആ വിശുദ്ധമായ ഇസ്ലാമിന്റെ കർമ്മവിശ്വാസധാരകളെ മനസ്സിലാക്കാൻ നിങ്ങൾ സ്വീകരിക്കേണ്ടത് പുസ്തകങ്ങളെയല്ല, മറിച്ച് എന്റെ സ്വഹാബികളാകുന്ന സഞ്ചരിക്കുന്ന ഖുർആനുകളെയും ഹദീസുകളെയുമാണ്. അള്ളാഹുവിന്റെ ഹബീബ് ആ സ്വഹാബികളാകുന്ന സഞ്ചരിക്കുന്ന ഗ്രന്ഥങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് കൈമാറി അവരിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെ പകർത്തുവാനുള്ള നിർദ്ദേശം നൽകി. ആ സ്വഹാബികളിൽ നിന്നും മതം പകർത്തി കിട്ടിയ മഹാരഥന്മാരായ ഇമാമുകൾ, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പരിശുദ്ധമായ ഇസ്ലാമിക പ്രമാണങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് പരിരക്ഷയോടെ കൈമാറുവാൻ അള്ളാഹുവിന്റെ ഹബീബ് പാകപ്പെടുത്തപ്പെട്ട കാലഘട്ടമെന്ന് ചൂണ്ടിക്കാണിച്ച ഹിജ്റ 3 നൂറ്റാണ്ടുകൾ. ആ ഹിജ്റ 3 നൂറ്റാണ്ടുകളിൽ കടന്നുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാമിക പ്രമാണങ്ങളെ വിലയിരുത്തി ആ ഇസ്ലാമിന്റെ സനദുകളിൽ നിന്നും തെളിവുകളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ കർമ്മകാര്യങ്ങളെന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞുകൊടുത്തു. ആ പറഞ്ഞുകൊടുത്ത സന്ദേശങ്ങളെ ഒരർത്ഥത്തിൽ വാതൊടാതെ വിഴുങ്ങാൻ തന്നെ മുസ്ലിം സമുദായം സന്നദ്ധമായി എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ നമുക്ക് പറയാവുന്നതാണ്. മഹാരഥന്മാരായ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഇസ്ലാമിന്റെ കർമ്മകാര്യങ്ങളിൽ ഒരു വിധി പറഞ്ഞാൽ സുബൈ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതണമെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞാൽ ആ ഷാഫി ഇമാം പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുസ്ലിം സമുദായം അത് സ്വീകരിക്കുവാൻ സന്നദ്ധമായി എന്നതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രമെന്ന് പറയുന്നത്. ഷാഫി ഇമാമ പറഞ്ഞ വിഷയത്തിന്റെ തെളിവെന്താണ്, സനദെന്താണ്, പ്രമാണമെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിനെ പരിരക്ഷിക്കുവാൻ അല്ലാഹു തആല പാകപ്പെടുത്തിയ സബീലുൽ മുഅ്മിനീൻ ഇവിടെ പ്രസംഗിച്ചയാള് പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സംരക്ഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട വിഭാഗമാണ് പണ്ഡിതന്മാർ. എങ്ങനെയാണ് ആ പണ്ഡിതന്മാർക്ക് ആ കൃത്യം നിർവഹിക്കാൻ കഴിയുന്നത്? ആ പണ്ഡിതന്മാരിൽ മുസ്ലിം സമുദായം വിശ്വാസമർപ്പിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ അചഞ്ചലമായി വിശ്വസിച്ചിരുന്ന മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഫിഖ്ഹി കാര്യങ്ങളിൽ ഷാഫി ഇമാം ഒരു മസ്അല പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ അതിന്റെ കൃത്യതയോടുകൂടെ സമൂഹത്തിലേക്ക് കൈമാറുന്ന പണ്ഡിതന്മാർക്ക് ആ കൃത്യം നിർവഹിക്കാൻ സാധിക്കുന്നത്, ആ പ്രവർത്തനത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? ആ പണ്ഡിതന്മാരിൽ മുസ്ലിം സമുദായത്തിന് വിശ്വാസം നിലനിർത്താൻ സാഹചര്യമുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തിന്റെ മുമ്പിലേക്ക് ബൃഹത്തായ ഒരു ഹദീസ് ഗ്രന്ഥം കൈമാറിയിട്ട് പോലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മതപരമായ കർമ്മവിധികളെ ഈ രാജ്യത്തെ ബിദഈ കക്ഷികൾ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്യാൻ ഇമാം ബുഖാരി തയ്യാറാകാതിരുന്നത്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന്റെ ബൃഹത്തായ ഗ്രന്ഥം ലോകത്തിന്റെ മുമ്പിലേക്ക് കൈമാറിയിട്ട് പോലും മദ്ഹബിന്റെ 4 ഇമാമിയങ്ങൾ ലോകത്തു പറഞ്ഞ യാതൊരു തെളിവുകളുടെയും സനദുകളുടെയും കൃത്യമായ ബോധ്യപ്പെടുത്തലുകൾ നടത്താതെ തന്നെ പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കുവാൻ ഇത്തരം ഇമാമിയങ്ങൾ തയ്യാറായത് ആ വിശ്വാസത്തിന്റെ പേരിലാണ്. ഇസ്ലാമിക സമുദായം ലോകത്തിന്റെ മുമ്പിൽ നിലനിർത്തിപ്പോന്ന ചിന്തയും ആശയവുമാണത്. വിശുദ്ധമായ കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വരുമ്പോൾ ഈ രാജ്യത്ത് ഇവിടെയുള്ള ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാരഥന്മാരായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവും അനുചരന്മാരും പ്രബോധനത്തിന് വേണ്ടി കേരളത്തിലെത്തുമ്പോൾ അവരെ സ്വീകരിക്കുവാൻ ഇവിടെ സംഘടനാപരമായ സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ അവർക്ക് പൂമാല ചാർത്താൻ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ അഡ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല. ആ പ്രബോധക സംഘം തുച്ഛമായൊരു സാർത്ഥവാഹക സംഘത്തിന് കേരളത്തിന്റെ തെരുവുകളെ പ്രബോധനത്തിലൂടെ അതിജയിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? നമുക്കതിന് കാണാവുന്ന മറുപടി വളരെ കൃത്യമായി മുസ്ലിം സമുദായം മനസ്സിലാക്കണം. ഈ വാരമെന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു ഇസ്ലാമിക പ്രബോധക സംഘം കടന്നു വന്നുകൊണ്ടും വേദി കെട്ടിയാൽ
പബ്ലിക്കായ സമൂഹം, സെക്കുലറായ സമൂഹം ഇടകലർന്നു നിൽക്കുന്ന ഈ തെരുവിൽ ഇസ്ലാമിന്റെ പേരിൽ ഒരു പ്രബോധന പരിപാടി സംഘടിപ്പിച്ചാൽ ആ പ്രബോധന പരിപാടികൾ വിഴുപ്പലക്കലുകളുടെയും പ്രത്യാരോപണങ്ങളുടെയും വേദിയാക്കി തരം താഴ്ത്തിയത് എന്തിന്റെ പേരിലാണ് എന്ന് നിങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തേണ്ടതുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ പ്രബോധക സംഘം പ്രബോധനത്തിൽ ഏർപ്പെടുന്ന കാലത്ത് ഇവിടെ സംഘടനകളില്ല, ഇവിടെ ഖുർആൻ പ്രഭാഷണങ്ങളില്ല, ഇവിടെ ഖുർആൻ പരിഭാഷകളില്ല. അതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അവർക്ക് പ്രബോധനത്തിൽ നേടാൻ കഴിഞ്ഞ വിജയം എന്തുകൊണ്ടാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് നേടാൻ കഴിയാത്തത്? സംഘടനകളുടെ ആധിക്യം എത്രയാണ്, ഖുർആൻ പരിഭാഷകൾ എത്രയാണ്, CD പ്രഭാഷണങ്ങൾ എത്രയാണ്, ലൈബ്രറികളും പത്രങ്ങളും സമ്മേളനങ്ങളും ക്യാമ്പയിനുകളും അതിജീവിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിന് അന്നത്തേതിന് ഉപോത്ബലകമായ വിജയം നേടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അന്ന് മുസ്ലിം സമുദായത്തെ കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത്. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇസ്ലാം പഠിച്ചത് ആ പ്രബോധക സംഘത്തെ അന്ധമായി വിശ്വസിച്ചുകൊണ്ടാണ്. നിങ്ങൾക്കറിയില്ലേ, മുസ്ലിം സമുദായം ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ട് കടന്നു വരുമ്പോൾ, രാജ്യത്തിന്റെ വിവിധങ്ങളായ ഗ്രാമങ്ങളിൽ മുസ്ലിം മഹല്ലത്തുകൾ ഉടലെടുക്കുമ്പോൾ, ആ മുസ്ലിം മഹല്ലത്തിൽ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കപ്പെടുമ്പോൾ, ആ പള്ളിയിൽ വെള്ളിയാഴ്ചയിലെ ആരാധനക്രമം എങ്ങനെയാകണമെന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ മുസ്ലിം സമുദായം സ്വീകരിച്ച സമീപനം എന്താണ്? ഖുതുബ എങ്ങനെയാകണമെന്ന ആലോചനയുടെ മുമ്പിൽ അതിന്റെ പ്രമാണങ്ങളെയും സനദുകളെയും തേടിപ്പോകുന്നതിനു പകരം ഈ രാജ്യത്താദ്യമായി നിർമ്മിക്കപ്പെട്ട കൊടുങ്ങല്ലൂരിലെ ചേരമാമ്പള്ളിയിൽ ഖുതുബ അറബി ഭാഷയിലാണ് സ്വഹാബത്ത് നിർവഹിച്ചിട്ടുള്ളത്. അതേ പ്രവർത്തനമാണ് പിൽക്കാല പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളത്. ആ പണ്ഡിതന്മാർ ഇസ്ലാമിൽ ഒരിക്കലും കള്ളത്തരം ചെയ്യുന്നവരല്ല, അവരാരും ഇസ്ലാമിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്നവരല്ല. ഈ ഒരു നിലപാട് മുസ്ലിം സമുദായം നിലനിർത്തിയപ്പോൾ ആ മുസ്ലിം സമുദായം അതിന്റെ പേരിൽ ഇവിടെ ആദരിക്കപ്പെടുകയാണ്. അന്നത്തെ ഇസ്ലാമിക മഹല്ലത്തുകൾ എന്ന് പറയുമ്പോൾ പല ആളുകളും തെരുവുകളിൽ ഇതുപോലെയുള്ള കശപിശകൾ കാണുമ്പോൾ ചോദിച്ചു പോകുന്നുണ്ട്, പണ്ടൊന്നും സംഘടനയില്ലല്ലോ, ഈ സംഘടനകളാണ് കുഴപ്പമെന്ന്. തെറ്റുധാരണയാണ്. എന്തുകൊണ്ടാണ് സംഘടനയിലേക്ക് സമുദായം വഴിമാറിപ്പോയത്? ആ കാലഘട്ടങ്ങളിൽ ഒരു മഹൽ എന്ന് പറയുന്നത് ഒരു സംഘടനാ സംവിധാനമാണ്. ആ മഹല്ലത്തിലെ ഖാദി എന്ന് പറയുന്നത് പ്രസ്ഥാന നായകനാണ്. ആ സംഘടിതമായ പ്രസ്ഥാനമായി രാജ്യത്തെ മഹല്ലത്തുകൾ നിലനിന്നത് എന്തുകൊണ്ടാണ്? അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാരെ ആ സമുദായം വിശ്വസിച്ചതിന്റെ പേരിലാണ്. കാരണം അന്നൊരു മുസ്ലിം പണ്ഡിതനെ തെറി പറയാൻ വേറൊരു മുസ്ലിം പണ്ഡിതൻ രംഗത്ത് വന്നിരുന്നില്ല. ഒരു മുസ്ലിം പണ്ഡിതന്റെ ജീവിതത്തിൽ എന്നു മാത്രമല്ല, ഒരു സാധാരണ മുസ്ലിമിന്റെ ജീവിതത്തിൽ പോലും ഒരു അബദ്ധം പറ്റിയാൽ ആ അബദ്ധം അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാത്ത ആളുകൾ എങ്ങനെയാണ് ഇസ്ലാമിക പണ്ഡിതന്മാരായത് എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയാത്തത്. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് സങ്കല്പിച്ചാൽ എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാരെ ആദരിക്കാൻ ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായി. തന്റെ മകന് പനി ബാധിച്ചാൽ ആ രോഗബാധിതനായ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് മുസ്ലിം സഹോദരൻ കടന്നു വന്നിരുന്നത് മുസ്ലിം പള്ളിയുടെ ചാരത്തേക്കായിരുന്നു. എന്തുകൊണ്ട്? ആ മുസ്ലിം പണ്ഡിതൻ നൂലിൽ മന്ത്രിച്ചൂതി കൊടുക്കുന്നത്, ആ നൂലിൽ മന്ത്രിച്ചൂതിക്കൊണ്ട് തനിക്ക് നൽകുന്നത് തന്നെ ചൂഷണം ചെയ്യാനല്ല, തന്നെ വഞ്ചിക്കാനല്ല. കാരണം മുസ്ലിം സമുദായം ഇവിടെ വഞ്ചന നടത്താത്തവരാണ്. മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ പരിശുദ്ധരാണ്. ഈ ഒരു നിലപാട് ഇവിടെ നിലനിന്നു പോന്ന കാലത്ത് ഇസ്ലാമിന്റെ അജയ്യമായ പ്രതാപത്തെ ഇവിടെ പ്രകടിപ്പിക്കുവാൻ മുസ്ലിം സമുദായത്തിന് സാധിച്ചിരുന്നു. എവിടെയാണ് അതിന് വിള്ളൽ വന്നത്? എങ്ങനെയാണ് അതിന് അപകടം വന്നത്? 1920കളുടെ പരിസരങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ വ്യക്തിത്വത്തെ താറടിക്കുവാനും ഹിജ്റ 5 മുതൽ 921 വരെ ഇവിടെ നിലനിന്നിരുന്ന ഇസ്ലാമിന്റെ ആധ്യാത്മിക മൂല്യങ്ങളെ പച്ചയായി കൊള്ള ചെയ്യാൻ KM മൗലവിയുടെ നേതൃത്വത്തിൽ ഏതാനും ആളുകൾ രംഗപ്രവേശനം ചെയ്യുകയാണ്. അവർ വന്നുകൊണ്ട് എന്താണ് പറഞ്ഞത്? അതുവരെ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് മതപരമായി നേതൃത്വം കൊടുത്തിരുന്ന ഇവിടെയുള്ള അമുസ്ലിങ്ങൾ പോലും ആദരവോടുകൂടെയും വിശ്വാസത്തിലൂടെയും കണക്കിലെടുത്തിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ വ്യക്തിത്വത്തിൽ കൈവെക്കുവാനും അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുവാനും അവർ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ ചൂഷണം ചെയ്യുന്നവരും വഞ്ചിക്കുന്നവരുമാണെന്ന് പരിചയപ്പെടുത്താനുമാണ്
KM മൗലവിയുടെ നേതൃത്വത്തിൽ ഏതാനും ആളുകൾ രംഗപ്രവേശനം ചെയ്തത്. എന്തായി അതിന്റെ ഫലമെന്ന് നമ്മൾ മനസ്സിലാക്കണം. KM മൗലവിക്കും തലപ്പാവുണ്ട്, KM മൗലവിക്കും വെള്ളക്കുപ്പായമുണ്ട്, KM മൗലവിക്കും ഫുൾ കൈ ഷർട്ടുണ്ട്. അതേപോലെ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്കും വെളിയങ്കോട് ഉമർ ഖാദിക്കുമുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദിയുടെ അതേ സ്വഭാവവും ശൈലിയും ബാഹ്യമായി പ്രകടിപ്പിക്കുന്ന KM മൗലവി മഹാരഥന്മാരായ മമ്പുറം തങ്ങളെയും ഉമർ ഖാദിയുടെയും ആധ്യാത്മിക ധാരയെ തള്ളിപ്പറയാൻ കടന്നു വന്നു. പൊന്നാനിക്കടപ്പുറത്ത് ജനവിഭാഗം അവരുടെ പ്രതിസന്ധിക്ക് പരിഹാരം തേടി കടന്നു വന്നപ്പോൾ പേനയെടുത്ത് മങ്കൂസ് മൗലൂദ് എഴുതി കൊടുത്തുകൊണ്ട് ഈ മങ്കൂസ് മൗലൂദ് നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പൊന്നാനിക്കടപ്പുറത്തെ മുസ്ലിങ്ങൾ ആ മങ്കൂസ് മൗലൂദിന്റെ ഗ്രന്ഥം ആദരവോടെ സ്വീകരിച്ച് അവരുടെ വീടുകളിൽ അവർ പാരായണം ചെയ്തു. ഇത് പള്ളിക്കല മുസ്ലിയാർക്ക് തങ്ങളുടെ വീടുകളിൽ വന്ന് മൗലിദോതി കാശുണ്ടാക്കാനാണ്, തങ്ങളെ ചൂഷണം ചെയ്യാനാണ്. അതുകൊണ്ട് ഈ മങ്കൂസ് മൗലിദിന് തെളിവ് പറയണം. ഈ മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഓരോ ആശയത്തിന്റെയും പ്രമാണം പറയണം. ആ പ്രമാണങ്ങളുടെ സനദ് പറയണമെന്ന് പറയാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ സന്നദ്ധമായില്ല. ആരാണ് അതിനു തയ്യാറായത്? 1921 KM മൗലവി വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി തങ്ങള് മങ്കൂസ് മൗലിദ് എഴുതി എന്നതുകൊണ്ട് അത് വിശ്വസിച്ചുകൂടാ. അതുപോലെ മമ്പുറം തങ്ങൾ കുനൂത്തോതി എന്നതുകൊണ്ട് മഹാരഥന്മാരായ സ്വഹാബത്ത് മാലിക് ദീനാർ അറബി ഭാഷയിൽ ഖുതുബയോതി എന്നതുകൊണ്ട് ഒരിക്കലും നമുക്കത് സ്വീകാര്യമല്ല. എത്ര കാലങ്ങളായി നമ്മുടെ പള്ളി മിഹ്റാബിലെ മിമ്പറയിലേക്ക് ഖതീബ് കയറുന്നതിന്റെ മുമ്പ് നമ്മുടെ പള്ളികളിൽ മാശ്റാ വിളി തുടങ്ങിയിട്ട് ആ മാശ്റാ വിളി മുഴുവനും ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടെടുക്കാതെ ഞങ്ങൾ ഓതുകയില്ല എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? പഴയകാല ആലിമീങ്ങൾ ചെയ്തു പോന്നതാണ്. പണ്ഡിതന്മാരൊരിക്കലും ചൂഷണം ചെയ്യുന്നവരല്ല, പണ്ഡിതന്മാരൊരിക്കലും വഞ്ചിക്കുന്നവരല്ല. ഈ ഒരു നിലപാടിനപ്പുറത്തേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം അതായിരുന്നു KM മൗലവി നടത്തിയത്. അതിന്റെ ഫലം എന്തുണ്ടായി? ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ അച്ചടക്കം തകർക്കപ്പെട്ടു. മുസ്ലിം സമുദായത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടു. ചില ആസുരവിത്തുകളായി ചില ചോദ്യകർത്താക്കളും സംശയാലുക്കളും സമുദായത്തിൽ കൊന്ത്രമ്പല്ലുകളായി വളർന്നു വന്നു. അതിന്റെ ഫലമായി ഇസ്ലാമിക സമുദായത്തിന്റെ സൗന്ദര്യത്തിന് അപകടം സംഭവിച്ചു എന്നത് ഒരു ചെറിയ കാര്യമായി നമ്മൾ മനസ്സിലാക്കിക്കൂടാ. ആ ഒരു സന്ദർഭത്തിൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായം, ആ സമുദായത്തിന് മഹല്ല് തലങ്ങളിൽ പ്രാസ്ഥാനിക നായകരായി നേതൃത്വം കൊടുത്തിരുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ആ മഹല്ലത്തിലെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക രംഗത്തെ, സാമൂഹിക ബന്ധത്തെ, വൈജ്ഞാനിക മേഖലകളെ, അവരുടെ കുടുംബാന്തരീക്ഷത്തെ മുഴുവനും പള്ളി മെഹ്റാബിൽ ഇരുന്ന് നേതൃത്വം നൽകാനും നിയന്ത്രിക്കാനും കഴിയുന്നവരായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മഹല്ല് തലങ്ങളിലെ പണ്ഡിതന്മാരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയും സംശയിക്കുകയും ചെയ്യുന്ന ആളുകൾ രംഗത്ത് വന്നപ്പോൾ, അങ്ങനെ സംശയമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ KM മൗലവിയുടെ നേതൃത്വത്തിൽ പ്രാസ്ഥാനികമായും സംഘടിതമായും നടന്നപ്പോൾ ആ രംഗത്ത് കടന്നു വന്നു മഹാരഥന്മാരായ പണ്ഡിതന്മാർ തീരുമാനിച്ചു, ഇൽമിന്റെ മഹത്വം താറടിക്കപ്പെടുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണ പരിരക്ഷകരായ പണ്ഡിതന്മാരുടെ വ്യക്തിത്വം താറടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അവരിൽ മുസ്ലിം സമുദായം അർപ്പിച്ച ബഹുമാനവും വിശ്വാസവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്ലാം തകർക്കപ്പെടും. അതിനുള്ള ശ്രമങ്ങൾ സംഘടിതമായി നടക്കുന്നുണ്ട്. ആ ശ്രമത്തെ അതിജീവിക്കണമെങ്കിൽ ആ സംഘടിതമായ ശ്രമത്തെ സംഘടിതമായി തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇവിടെ ആ ഒരു രംഗപ്രവേശനമാണ് പണ്ഡിതന്മാർ നിർവഹിച്ചത്. ഈ രാജ്യത്തെ വഹാബികൾ ഒരു പുതിയ സംഘടനയുണ്ടാക്കി. ആ സംഘടനക്ക് പുതിയ മത അഡ്രസ് ഉണ്ടാക്കിയതുപോലെയല്ല, ഇസ്ലാമിന്റെ പേരിൽ പുതിയ മതം കൊണ്ടുവന്ന് പൗരാണിക പണ്ഡിതരെയും ആത്മീയതയെയും ചൂഷണമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നപ്പോൾ അതിനെ പ്രതിരോധിച്ച് പാരമ്പര്യ ഇസ്ലാമിന്റെ പരിരക്ഷയും പണ്ഡിത മഹത്വവും പരിരക്ഷിക്കുവാൻ ആവശ്യമായ ശ്രമമായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ പണ്ഡിതന്മാർ നിർവഹിച്ചത്. അതിനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇവിടെ സംഘടനയുണ്ടാക്കിയത്. അതിനാണ് ഇവിടെ മഹാരഥന്മാരായ പാങ്ങിലോരും വാണിയമ്പലം ഉസ്താദും സംഘടനയുണ്ടാക്കിയത്. ഇന്നോ സമസ്തയുടെ പേരിൽ അഹങ്കരിച്ച് അഹന്ത നടിച്ച് തെരുവിൽ കടന്നു വന്ന് തോന്നിവാസം പറയുന്ന കക്ഷികൾ, അവരുടെ കാളമൂത്ര പ്രസംഗം കേട്ടാൽ തോന്നിപ്പോകുന്നത്, ഈ രാജ്യത്തെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകുന്നത്, ഇവിടെ കുറച്ച് മുസ്ലിംമാരുടെ പിറകെ ഓടിയടക്കാൻ ആ മുസ്ലിംമാരുടെ ബേക്ക് ഫയലുകൾ പരിശോധിക്കുന്ന ഗുമസ്തൻ പണിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളത് എന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല.
ഇസ്ലാമിക സമുദായത്തിന്, പണ്ഡിതർക്ക്, ഇൽമിന് മഹത്വം നിലനിർത്തുക എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ട ഡ്യൂട്ടി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ചിലർക്കൊക്കെ സംശയമുണ്ട്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരിക്കെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഉണ്ടായിരിക്കെ നിങ്ങൾ എന്തിനാ പുതിയ സമസ്തയുണ്ടാക്കിയത്, എന്തിനാ പുതിയ പ്രസിഡന്റിനെ ഉണ്ടാക്കിയത് എന്നാണ് ഞങ്ങൾ ചോദിക്കട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പിൻഗാമിയായി സമസ്തയുടെ അമരത്ത് കടന്നു വന്ന അസ്ഹരി തങ്ങൾ പാപ്പ, ആ അസ്ഹരി തങ്ങൾ പാപ്പ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അസ്ഹരി തങ്ങൾ പാപ്പ ജീവിച്ചിരിക്ക തന്നെ എങ്ങനെയാണോ ഈ നിങ്ങളുടെ സമസ്തക്ക് കാളമ്പാടി ഉസ്താദ് എന്ന പ്രസിഡന്റ് വന്നത്, അതേ ഹുക്മ് അന്ന് ആ ചെയ്ത പണിക്കും നിങ്ങൾ ചേർത്തി കൊടുത്താൽ വിഷയം പരിപൂർണമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. കാരണം ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. നിങ്ങൾക്ക് തോന്നിയതൊക്കെ ആകാ, ഞങ്ങൾക്ക് വേണ്ടത് തന്നെ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞത് ശുദ്ധ ബോഷ്കാണ് എന്നേ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും നിർദ്ദേശപ്രകാരം ആ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ രംഗപ്രവേശനം ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ശംസുൽ ഉലമയുടെ ആശീർവാദത്തോടുകൂടി കണ്ണിയത്ത് ഉസ്താദിന്റെ സാന്നിധ്യത്തിലും അവരുടെ അറിവിലൂടെയുമായി ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുത്ത് ഇൽമിന്റെ മഹത്വവും പണ്ഡിതന്മാരുടെ മഹത്വവും ഇസ്ലാമിന്റെ ആധ്യാത്മിക ധാരയും പരിരക്ഷിക്കും വേണ്ടി പ്രബോധനം ചെയ്തു. അതിനെതിരെ വരുന്ന ഏത് വെല്ലുവിളികളെയും വളരെ ആവേശത്തോടുകൂടെ ഏറ്റെടുത്തു. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ഇ.കെ. അസം മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോ ഈ രാജ്യത്തെ സുന്നി കൈരളിക്ക് അഭിമാനാർഹമായ നേട്ടം നൽകിയ വ്യക്തിത്വമാണ്. എല്ലാ കാലത്തേക്കും എല്ലാ കാലത്തുമുള്ള സുന്നികൾക്ക് ആവേശം പകരുന്ന പണ്ഡിത വ്യക്തിത്വമാണ്. ആ ബഹുമാനപ്പെട്ട ഇ.കെ. അസം മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം അതുവരെ പണ്ഡിതന്മാരുടെ പ്രതിരോധങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിന്ന ബിദഈ കക്ഷികൾ ഇ.കെ. അസം മുസ്ലിയാർ മരണപ്പെടുന്നതോടുകൂടെ സുന്നികൾ അനാഥമായി എന്ന് മനസ്സിലാക്കി സുന്നികളോട് സംവാദത്തിന് വരികയാണ്. അങ്ങനെ സംവാദത്തിന് വന്നപ്പോൾ അന്നത്തെ ഒന്നിച്ചു നിൽക്കുന്ന സമസ്ത ആ ബിദഈ കക്ഷികളെ എതിർക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയായിരുന്നു. എന്തുകൊണ്ട്? ഇ.കെ. ഉസ്താദ് മനസ്സിലാക്കി കാന്തപുരത്തിന്റെ ബാക്ക് ഫയൽ കുഴപ്പമില്ലാത്തതാ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ബാക്ക് ഫയൽ കുഴപ്പമില്ലാത്തതാ. അവരൊക്കെ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയ കാന്തപുരം ഉസ്താദിന്റെ ബാക്ക് ഫയൽ ഏതെങ്കിലും കണ്ണാടി പറമ്പന്മാർ പരിശോധിക്കുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കൊട്ടപ്പുറത്ത് വെച്ച് ബിദഈ കക്ഷികളെ എക്കാലത്തേക്കുമായി അവരുടെ വീര്യം കെടുത്തുകയാണ്. ഞാൻ വെറുതെ പറയുകയല്ല. കൊട്ടപ്പുറത്തെ ഒരു സംവാദം നടന്നതിനു ശേഷം അതുപോലെയുള്ള ഒരു സ്വഭാവത്തിൽ കൊട്ടപ്പുറത്തെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഒരു പബ്ലിക്കായ പൊതുവേദിയിൽ കടന്നു വന്നു ഒരു പരസ്യമായ ജനകീയ വിചാരണക്ക് മുമ്പിൽ ഇന്ന് വരെ കൊട്ടപ്പുറത്തിനു ശേഷം ഒരു വഹാബി പുരോഹിതൻ എഴുന്നേറ്റ് നിന്നിട്ടില്ല എന്നത് കാലം തെളിയിച്ച യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അന്ന് മുതൽ കാന്തപുരം ഉസ്താദിലൂടെ ഇവിടെ പണ്ഡിത മഹത്വവും ഇസ്ലാമിന്റെ പ്രമാണങ്ങളും പരിരക്ഷിക്കപ്പെടുന്നു എന്ന് ഈ രാജ്യത്തെ ഇതര കക്ഷികൾ മനസ്സിലാക്കിയപ്പോൾ അസൂയാലുക്കളായ ചിലരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ പണ്ഡിതന്റെ വ്യക്തിത്വം താറടിക്കപ്പെട്ടാലല്ലാതെ ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് കാന്തപുരം ഉസ്താദ് മാത്രം അതിജീവിക്കേണ്ടതല്ല. ഈ ലോകത്ത് ഏതൊക്കെ കാലഘട്ടങ്ങളിൽ പ്രമാണ പണ്ഡിതന്മാർ കടന്നു വന്നിട്ടുണ്ടോ ആ പണ്ഡിതന്മാർ മുഴുവനും ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ ചരിത്രത്തിന്റെ കുത്തൊഴുക്കിൽ ആദർശധീരനായി നിലനിന്നപ്പോൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളാണ്. ചരിത്രം വായിച്ച ഞങ്ങൾക്ക്, ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി എല്ലാം മറന്നിറങ്ങിയ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രതിസന്ധിയെ അല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
നിങ്ങൾ ആലോചിച്ചു നോക്ക്, അന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആ രംഗത്ത് തിളങ്ങി നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ പറഞ്ഞു, ഒരു കാലത്ത് ശംസുൽ ഉലമയെ തെറി പറഞ്ഞവരല്ലേ നിങ്ങള്, പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ശംസുൽ ഉലമ മഹാനായത്? കൂട്ടരെ, മലർന്നു കിടന്ന് തുപ്പരുതെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, മലർന്നു കിടന്ന് തുപ്പരുതെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് സ്വന്തം മുഖം വൃത്തികേടാക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിന്റെ എത്രയോ തെരുവുകളിൽ ഞങ്ങൾ ആവർത്തിച്ചോർമ്മപ്പെടുത്തിയ ചരിത്രങ്ങളില്ലേ? ആരാണ് ശംസുൽ ഉലമയെ തെറി പറഞ്ഞത്? ഞാനിതും ഇവിടെ ആവർത്തിക്കേണ്ടി വരികയാണ് നിർബന്ധിതമായതുകൊണ്ട്. ഞങ്ങളാണോ ശംസുൽ ഉലമയെ തെറി പറഞ്ഞത്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ആ ശംസുൽ ഉലമക്ക് രാഷ്ട്രീയത്തുൽ ഉലമ എന്ന് വിശേഷണം ചാർത്തിയപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാതെ നിന്ന കക്ഷികളാരാണ്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് സങ്കടത്തോടെ പടിയിറങ്ങി പൂച്ചക്കാട്ടേക്ക് വണ്ടി കയറിയപ്പോൾ ആ ശംസുൽ ഉലമ ഇരുന്ന ഒഴിവിലേക്ക് ആവേശത്തോടെ കടന്നു വന്ന് ശംസുൽ ഉലമയെ വെല്ലുവിളിച്ച ആളാരാണ്? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാന്യനായ കെ.വി. കൂറ്റനാടാണ്. മരിച്ചവരെ ഞങ്ങൾ പറയുകയല്ല, ചരിത്രം വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനിയും ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ തൃശൂർ ജില്ലാ കാളിയായി നിയമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് ഒരു ജില്ലാ കാളിയല്ല, ഒരു പഞ്ചായത്ത് കാളി പോലും ആകാൻ അർഹതയില്ലെന്ന് എഴുതിയതാരാ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ഫത്വകൾ ഒരുപാട് മഹല്ലത്തുകളിൽ ഫിത്നയുണ്ടാക്കി എന്ന് എഴുതിയതാരാ? ഇന്നും SKSSFുകാരൻ നഗരിയൊരുക്കാറുള്ള നാട്ടികവി മൂസ മുസ്ലിയാരാ? നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഇവിടെ കാന്തപുരത്തിന് സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. വഫാത്തായി പോയ ശംസുൽ ഉലമയുടെ ആത്മാവിനെ പോലും വെല്ലുവിളിക്കുകയാണ് ശംസുൽ ഉലമയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത്. ചോദിച്ചതല്ലേ ഞങ്ങൾ ഒരുപാട് തെരുവീതികളിൽ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അരീക്കാട് പള്ളിയുടെ പേരിൽ പണം അപഹരിച്ചു എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്ന പണ്ഡിതന്റെ വ്യക്തിത്വത്തെ ഹനിക്കാൻ വേണ്ടി ആ അപരാധം പറയപ്പോൾ ആ അപരാധം കാന്തപുരം ഉസ്താദിലൂടെ ഇവിടെ പരിരക്ഷിക്കപ്പെടുന്ന ഇസ്ലാമിനെ തകർക്കാനുള്ളതാണെന്ന് ആദ്യമായി കേരളത്തിൽ തിരിച്ചറിഞ്ഞ പണ്ഡിതനാരാ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാ. ആരോപണ വിധേയനായി വിദേശത്ത് നിന്ന് വരുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ മണിക്കൂറുകളോളം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന പാരമ്പര്യമുണ്ടെങ്കിൽ അഭിവന്യരായ ഞങ്ങളുടെ ഗുരുവര്യർ ശൈഖുനാ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെയാ. അന്നെന്താ കാന്തപുരം ഉസ്താദ് അരീക്കാട് പള്ളിയുടെ പേരിൽ പണം കെട്ടു എന്ന് ചില അസൂയാലുക്കൾ പറഞ്ഞപ്പോൾ അറിയോ ചരിത്രം എന്ന് പറയുന്നത്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞു, ഇല്ല, കാന്തപുരം കെട്ടിട്ടില്ല. കാന്തപുരത്തിന്റെ ബാക്ക് ഫയൽ ശുദ്ധമാണ്, കാന്തപുരത്തിന്റെ ബാക്ക് ഫയൽ ക്ലിയർ ആണ്. കാന്തപുരത്തിന്റെ വ്യക്തിത്വം തകർത്ത് സുന്നത്ത് ജമാഅത്തിനെ തകർക്കാനാണ് ആ ആരോപണം പറയുന്നത് എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മാത്രമല്ല ഈ തീരുമാനമെടുത്തത്. പിന്നീട് കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ മുശാവറ കൂടിയിട്ട് ആ മുശാവറയാണ് കൂട്ടരെ കാന്തപുരത്തിന്റെ ബാക്ക് ഫയൽ പരിശോധിച്ചത്. എന്നിട്ടോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ബാക്ക് ഫയൽ പരിശോധിച്ചിട്ട് സമസ്ത മുശാവറ ഒന്നിച്ചിരുന്ന കാലത്ത് ഐക്യകണ്ഠേന പാസാക്കി കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഒപ്പുവെച്ച തീരുമാനമെന്താ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അമീനായ വക്കീല. എന്താ അമീനായ വക്കീൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബാക്ക് ഫയൽ ശുദ്ധമാണെന്ന. അതുകൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ ബാക്ക് ഫയൽ മോശമാണ് എന്ന കാരണത്താൽ അള്ളാന്റെ ഹബീബിന്റെ തിരുകേശം മുക്കിയ വെള്ളം കുടിക്കാതിരിക്കണ്ട എന്നാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ബാക്ക് ഫയൽ ശുദ്ധമാണെന്ന് കണ്ണിയത്ത് ഉസ്താദ് ഒപ്പുവെച്ചിട്ടുണ്ട്, ശംസുൽ ഉലമ ഒപ്പുവെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ തകർക്കാൻ പിന്നീട് എന്തൊക്കെ ആരോപണങ്ങളാണ് കൊണ്ടുവന്നത്? ആ ആരോപണങ്ങളെല്ലാം പഴകി പൊളിച്ച ആരോപണങ്ങളായി ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ഒലിച്ചുപോയി എന്നതല്ലാതെ കാന്തപുരം ഉസ്താദിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഞാൻ ചോദിക്കട്ടെ, എത്ര കാലമായി നിങ്ങൾ ഈ പണി തുടങ്ങിയിട്ട്? എത്ര കാലമായി നിങ്ങൾ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ രാജ്യത്തിന്റെയും സമുദായത്തിന്റെയും നന്മ ഉദ്ദേശിച്ചുകൊണ്ട് രാജ്യത്ത് കൊണ്ടുവന്ന ഏതൊരു നന്മയെയാണ് മനസ്സറിഞ്ഞ് പിന്തുണക്കാൻ
നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്? ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ ബാക്ക് ഫയൽ പരിശോധിച്ചോളൂ. പക്ഷെ ഏത് മനുഷ്യനാണെങ്കിലും ഒരു നന്മയുണ്ടാകുമല്ലോ. അബൂജഹൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ ഒരു അടിമയെ മോചിപ്പിച്ചു എന്നുണ്ടല്ലോ. ഏത് മനുഷ്യന്റെ ജീവിതത്തിലും ഒരു നന്മയുണ്ടാകും. കൂട്ടരെ, ഈ രാജ്യത്തെ മലയാളികൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ബാക്ക് ഫയൽ പരിശോധിച്ച് ആ വ്യക്തിത്വത്തെ താറടിക്കുവാൻ വേണ്ടി തെരുവുകൾ ദുരുപയോഗം ചെയ്യുന്ന നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ വല്ല നന്മയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കടുകുമണിയോളം നന്മ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കാലയളവിനുള്ളിൽ ഏതെങ്കിലും ഒരു കാലത്തെ കാന്തപുരം ഉസ്താദിന് എന്തെങ്കിലും ഒരു നന്മ ഉള്ളതായി മലയാളികളോട് നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ സംസാരം കേൾക്കാനെങ്കിലും ഉണ്ടായിരുന്നു ഒരു അർഹത. പക്ഷേ ഹംകിന്റെ വാക്ക് ചെവിക്ക് പുറത്ത് എന്ന അർഹതയല്ലാതെ നിങ്ങളുടെ വാക്കുകൾക്ക് മലയാളികൾ തരുകയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബൂലഹബിന്റെ ജീവിതത്തിൽ പോലും ഒരു നന്മയുണ്ടായെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ജീവിതത്തിൽ ഒരു നന്മ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളെ വാക്ക് നമുക്ക് ചർച്ചക്കെടുക്കാമായിരുന്നു. എന്തൊക്കെ നന്മകൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ അബുല്ലൈത്താമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതനാണ്. ആ ഐത്താമുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന കാന്തപുരം ഉസ്താദിനെതിരെ എങ്ങനെയാണ് യതീമുകൾക്ക് ഇദ്ദേഹം പിതാവായതെന്ന് ചോദിച്ച് പരിഹസിച്ച് ഈ രാജ്യത്തെ മലയാളികളോട് പല്ലിളിച്ചട്ടഹസിച്ച നിങ്ങൾക്ക് എങ്ങനെയാണ് സമുദായം ഒരു അർഹത തരുന്നത്? ഇസ്ലാമിന്റെ യോഗ്യത തരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കാന്തപുരം ഉസ്താദാകെ ഒന്നുമല്ലാതായി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് എന്തെങ്കിലും ഒന്ന് ആയിരുന്നു നിങ്ങൾ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇപ്പൊ എന്തോ കുഴപ്പം പറ്റിക്കണെന്ന്. SSFകാരും SYSകാരും അതുപോലെ സുന്നികളും ഒക്കെ എത്ര കാലമായി നിങ്ങളുടെ ഈ പതിവ് പല്ലവി മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇതൊരു പ്രാസ്ഥാനിക തർക്കല്ല എന്നാണ് ചിലർ കുമ്പസരിക്കുന്നത്. നിങ്ങൾ പ്രാസ്ഥാനിക തർക്കത്തിന്റെ പേരിൽ വല്ലതും ഈ കാലം വരെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് മതപരമായ തർക്കവുമില്ല, പ്രാസ്ഥാനികമായ തർക്കവുമില്ല, അസൂയ എന്ന അസുഖം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവര് പറയുന്നത് എന്താ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ പാരുമില്ല, മറുപടി പറയാ പാരും കിട്ടൂല. കൂട്ടരെ, നിങ്ങൾക്ക് കാന്തപുരം ഉസ്താദിനെ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ജീവിക്കുന്നത് ഫ്ലക്സ് ബോർഡിലല്ല. ഇന്നാള് ഈ അടുത്ത ദിവസം ഞാൻ ഒരു യാത്രയിലൂടെ കടന്നു പോകുമ്പോ നല്ല തലീക്കെട്ട് കെട്ടിയ ഒരു പോസ്റ്റർ കാണുകയാണ്. ആ പോസ്റ്റർ കണ്ടപ്പോ എന്റെ കൂടെയുള്ള ആളോട് ഞാൻ ചോദിച്ചു, അതെന്താ ചേളാരി സമസ്തന്റെ സമ്മേളന ബോർഡാണോ? അപ്പൊ അയാള് പറഞ്ഞു, അല്ല, അത് വീരപുത്രൻ എന്ന സിനിമന്റെ പോസ്റ്ററാണ്. ഇതാണ് നിങ്ങളുടെ നേതാക്കൾ എന്ന് പറയുന്നത്. അവർ ജീവിച്ചിരിക്കുന്നത് ഫ്ലക്സ് ബോർഡിലാണോ? അവർ ജീവിച്ചിരിക്കുന്നത് ഫോട്ടോകളിലാണോ? ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ജീവിച്ചിരിക്കുന്നത് ആയിരങ്ങളായ വിശ്വാസികളുടെ ഹൃദയങ്ങളിലാണ് എന്ന് ആർജവത്വത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ കാന്തപുരം ഉസ്താദിനെയും താജുൽ ഉലമയെയും ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിനെയും ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദിനെയും ഉൾക്കൊള്ളുന്ന ഒരാത്മീയ നേതൃത്വത്തെ ഞങ്ങൾ കൈയൊഴിക്കേണ്ടിയിരുന്നുവെങ്കിൽ ആ കൈയൊഴിക്കേണ്ട ഒരു കാലമുണ്ടായിരുന്നു. അതെന്നാണ്? ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആദർശധീരരായ പണ്ഡിത സമൂഹം അനിവാര്യമായ ഘട്ടത്തിൽ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ച് പുതിയൊരു ജനറൽ ബോഡി വിളിച്ച് ഒരു സമസ്തയുടെ പുതിയ കമ്മിറ്റി, ആ കമ്മിറ്റി രൂപീകരിക്കുന്ന വേളയിൽ എത്ര മുഅല്ലിമീങ്ങളാണ് തെരുവുകളിലേക്ക് എറിയപ്പെട്ടത്. അള്ളാന്റെ ഹബീബിന്റെ തിരുകേശം കൊണ്ട് ബറക്കത്തെടുക്കൽ അത് ചൂഷണത്തിനാണെന്ന് പറഞ്ഞെങ്കിൽ KM മൗലവിയുടെ തലപ്പാവ് കണ്ട് പരിചയിച്ച ഞങ്ങൾക്ക് ഹമീദ് വൈസിയുടെയും അതുപോലെ പുലോട്ടുകാരന്റെയും സാക്ഷാൽ കണ്ണാടിപ്പറമ്പ്
തലമുറമ്പന്മാരുടെയും തൊപ്പിയും തലപ്പാവും വഞ്ചിക്കപ്പെടാൻ ഞങ്ങൾക്ക് ഹേതുവല്ല എന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ആത്മീയമായ വഴികളിൽ ആത്മീയ നേതാക്കളെ നെഞ്ചോട് ചേർത്തി വിധിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരങ്ങളും തൗഫീഖുകളും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ആഖിറം അല്ലാഹു തആല സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العظيم. ومن نادى شعرة مني فقد آذاني ومن ناداني فقد آذى الله. صدق رسول الله. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي. الصلاة والسلام على الرسول الشفيع الأبتحي والحبيب العربي. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه سيدنا مولانا محمد. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങളുടെ ശബ്ദം ശപിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവന് ഇഷ്ടപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനോട്ടമുള്ള സദസ്സായി അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, നേരത്തെ എൻ്റെ സുഹൃത്ത് വഹാബ് സഖാഫി അവറുകൾ പറഞ്ഞതിന്റെ ബാക്കി ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചില വിഷയങ്ങൾ അതിന്റെ ആധികാരിക രേഖകളോടെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. ഒരു കാര്യം ഞാൻ ആമുഖമായി പറയുന്നു. നേരത്തെ റമളാനിന് മുമ്പ് ഈ വിവാദം കൊടുമ്പിരി കൊണ്ട ഒരു സമയമുണ്ടായി. അന്ന് കോഴിക്കോട്ടും മലപ്പുറത്തുമൊക്കെ ഛർദിച്ചപ്പോൾ ആ വിവാദത്തിന്റെ പിന്നിൽ ചെന്ന് ഇത്തരം ആരോപണങ്ങളൊക്കെ അറബിക്കടലിലേക്ക് വലിച്ചെറിയപ്പെടുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ കണ്ണൂരിലും പരിസരത്തും അതുപോലെ കാസർഗോഡുമൊക്കെ അവിടെ എല്ലാം ഉപേക്ഷിക്കപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് സമുദായത്തെ വഞ്ചിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യാമോഹമാണെന്ന് മാത്രം ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ സമൂഹത്തിലുള്ളവർ ബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് സമുദായത്തെ പിന്നിൽ നിർത്താൻ കിട്ടുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. എന്റെ സഹോദരൻ ബഹുമാനപ്പെട്ട സഖാഫി അവറുകൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ ഒന്നുകൂടി പറയുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ ഈ ആദർശങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള എസ്കക്കാരോ മുജാഹിദുകളോ ഉണ്ടെങ്കിൽ അവരെ ഈ വേദിയിലേക്ക് തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സാക്ഷാൽ കണ്ണാടിപ്പറമ്പായാലും ഞങ്ങൾ അയാളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക തന്നെ ചെയ്യുമെന്ന് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, ആദർശം പറയുന്നവരാണ് കാന്തപുരം ഉസ്താദിന്റെ കൂടെയുള്ളവർ.
ഇതേ വേദിയിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ, ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദിന്റെ കൂടെ മുഖാമുഖം നടത്തിയിരുന്നു. സലഫി ഇവിടെ വലിയ പ്രോഗ്രാമുമായി വന്നപ്പോ അന്ന് ആ സലഫിക്കെതിരെ മറുപടി പറഞ്ഞത് ആരായിരുന്നു എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിട്ട് ഒരാൾ പോലും അതിന് പ്രതികരിച്ചിട്ടില്ല. കാരണം അത് അവരുടെ അജണ്ടയല്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് കാര്യം. അല്ലാഹുവിന്റെ ദീൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതിന്റെ എതിരാളികൾക്ക് പോലും അറിയുന്ന യാഥാർത്ഥ്യമാണ്. സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്തുന്നതും എതിരാളികളുടെ ആദർശപരമായി പരാജയപ്പെടുത്തുന്നതും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണെന്ന് ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. സഹോദരന്മാരെ, ഇനി ഞാൻ ഷഅർ മുബാറക്കിലേക്ക് നേരെ വരികയാണ്. മറ്റുള്ളതൊക്കെ സഖാഫി അവർ ഓർമ്മപ്പെടുത്തി. എന്താണ് ഷഅർ മുബാറക്? ആ വാക്കിന്റെ അർത്ഥം ബർക്കത്താക്കപ്പെട്ട തിരികേശം എന്നാണ്. എല്ലാവർക്കും അതറിയാം. നാം അങ്ങനെ ആദരിച്ചതിനെ പറയുകയും ചെയ്യും. സത്യത്തിൽ ചില ആളുകൾ മനസ്സിലാക്കിയത് ഈ ഏർപ്പാട്, ആധാറുകൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികളുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുക എന്നത് അത് കാന്തപുരം ഉസ്താദ് തുടങ്ങിയ ഏർപ്പാടാണെന്ന് വരെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ഞാൻ പറയുന്നു, അത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല. ഇതിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. നേരത്തെ ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് അവറുകൾ ഇവിടെ ഓർമ്മപ്പെടുത്തി, അമ്പിയാക്കളെ അതുപോലെ തന്നെ ഔലിയാക്കളെ അവരുടെ തിരുശേഷിപ്പുകൾ ഉള്ള പെട്ടി, ആ പെട്ടി വരെ കൊടുത്ത് ആളുകളെ നേതാവാക്കി ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയ വലിയ നേതാക്കളെ, ആ നേതാക്കളാണ് എന്നതിന് പോലും തെളിവായി അല്ലാഹു നൽകിയ അടയാളം അവരുടെ കയ്യിൽ തിരുശേഷിപ്പുകൾ കിട്ടി എന്നതാണ്. എങ്ങനെ പല നേതാക്കളാണെന്നതിന്റെ തെളിവെന്ന് എന്താ? ഷഅർ മുബാറക്കും തിരികേശും കിട്ടുക എന്നതാണ്. അതിപ്പോ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും അത് കാന്തപുരം ഉസ്താദിന് കിട്ടിയപ്പോ ഉസ്താദിനെ നേതാവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞതാണ്. അത് വേണ്ട. നമ്മളെ നേരത്തെ പറഞ്ഞ ഫ്ലക്സ് മൗലവി ഉണ്ടല്ലോ, ഖുർആൻ പ്രഭാഷകൻ, അയാൾ തന്നെ ആ സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരും. വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് പഴയകാല അമ്പിയാക്കളും പഴയകാല നേതാക്കളും അവർ ഈ സമുദായത്തിന് പഠിപ്പിച്ച ആചാറുകൾക്ക് നൽകിയ പ്രാധാന്യം എന്ത് എന്ന് ഹാസിമി തന്നെ പറയുന്നു. ഇന്ന് ഞാൻ അല്പമേ പ്രസംഗിക്കൂ, അധികവും സംസാരിക്കുന്നത് മൗലവിമാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഹാസിമി തന്നെ ആവട്ടെ തുടക്കം. അയാൾ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വേഗം വെച്ചു ചിന്തിക്കണം. എന്താണ് അമ്പിയാക്കന്മാരുടെ രീതി? ശംബീൽ നബിയുടെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജാലൂത്തിനോടുള്ള പ്രശ്നമുണ്ടായി. 2 ലക്ഷത്തോളം വരുന്ന പടയാളികൾ പലസ്തീനും ജോർദാനും അറ്റാക്ക് ചെയ്തു. മുസ്ലിമീങ്ങളെ തകർക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിനെ എതിരിടാൻ അക്കാലത്തെ നബിയായിരുന്നു മഹാനായ ശംബീൽ. ഉറക്കട് പറയ എന്താ നിങ്ങൾ നോക്കിയിരിക്കുന്നത്? മഹാനായ ശംബീൽ ഒക്കെ എടുത്തു നോക്കി. റഹ്മത്തുള്ള വെറുതെ പറയൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ കലാമിന്റെ സദസ്സാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ പറഞ്ഞു യുദ്ധത്തിന് പോകണമെന്ന് ശംബീൽ നബി പറഞ്ഞു അലൈഹിസ്സലാം. യുദ്ധത്തിന് പോകണമെങ്കിൽ സൈന്യാധിപൻ വേണം. അപ്പോൾ പറഞ്ഞു ആട്ടിടയനായ മലമടക്കിലാടിനെ മേക്കുന്ന ആട്ടിടയനായ ഒരു സ്വാലിഹുണ്ട്, മഹാനായ താലൂത്ത് റളിയല്ലാഹു. ഉറക്കണ്ട് പറയും. ആളുകൾ വരും, നിങ്ങൾ എന്റെ അടുത്ത് നോക്കിയാൽ മതി. ഇത് കാര്യമായ വിഷയം. അന്ന് തെറ്റിയിട്ട് പിന്നെ നാളെ അതാകാൻ പറ്റുമോ, നാളെ ഇതാകാൻ പറ്റുമോ ഒന്നും ഇവിടെ ചോദിക്കണ്ട. പറയാണ് ഓരോരുത്തർക്കും അതാകണോ ഇതാവണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് പറഞ്ഞുതരാം. ഞങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട്. ബാക്കി നിങ്ങൾ പോയി ചിന്തിച്ചോളൂ. അള്ളാഹു നല്ലതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ അല്ലാതെ അങ്ങനെ നോണ കെട്ടിക്കൂട്ടിണ്ടാക്കി പറയാൻ മെനക്കെട്ടാൽ അത് തീരൂല. അതിന് പാർട്ടിക്ക് തീരൂല. പാർട്ടി ഇവിടെ കുറച്ചൊക്കെ വരാൻ ഇനിയും പോകുന്നുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നീ നിന്റെ ഈമാനെ സൂക്ഷിക്ക. ഇന്ന് മനുഷ്യൻ സ്വർഗത്തിലേക്ക് അടുക്കുന്നതിനേക്കാൾ നരകത്തിലേക്ക് പായുകയാണ്. നരകത്തിലേക്ക് പോയാണ് ഇന്നത്തെ കാലം. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ശംബീൽ നബി പറഞ്ഞു താലൂത്തിനെ കൊണ്ടൊരു സൈന്യാധിപനാക്കാൻ യുദ്ധത്തിന് പോകാം. അപ്പോൾ ഇസ്രായേലി മുതലാളി മക്കളായ ഇസ്രായേലികൾ പറഞ്ഞു അന്നയകൂനുൽ മുൽകു അലൈനാ വലം യുഅത സഅതം മിനൽ മാൽ വനഹനു അഹഖു ബിൽ മുൽകി മിൻ. എങ്ങനെ താലൂത്തിനെ അധികാരിയാക്കും? താലൂത്തിന് മുതലില്ലല്ലോ,
താലൂത്തിന് മുതലില്ല, മുതൽ മുഴുവനും ഞങ്ങളെ കയ്യിലല്ലേ, മുതലില്ലാത്തവൻ എങ്ങനെ മുതലുള്ളോന്റെ നേതാവാകുമെന്ന് ശംബീൽ നബിയോട് ചോദിച്ചു അലൈഹിസ്സലാം. അപ്പൊ പറഞ്ഞു ശംബീൽ നബിയാവുമെന്നതിന് താലൂത്ത് നേതാവാകുമെന്നതിന് മുതലല്ല മാനദണ്ഡം, ആസാറുൽ ഖുദമ ആണ്. നിങ്ങൾക്ക് ഒരു പെട്ടി വരാൻ പോകുന്നുണ്ട്, ആ പെട്ടി കിട്ടിയ നേതാവാവും എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? പറഞ്ഞു ബീരങ്കിന്റെ പെട്ടിയല്ല. യുദ്ധത്തിന് പോകുകയാണെങ്കിൽ പിന്നെയും വേണ്ടത് നല്ലത് ഒന്ന് കൂടിത്തരും മനുഷ്യന്മാരെ, ഒന്ന് സഹകരിക്കാലോ. യുദ്ധത്തിന് പോകുമ്പോ നല്ലത് ബീരങ്കി പെട്ടിയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്നത്. ബീരങ്കി ഒന്നും അന്നത്തെ കാലത്ത് ഇല്ലല്ലോ മൂല്യം. വേറെ എന്തെങ്കിലും ഒരു യുദ്ധത്തിന് പറ്റിയ 4 കല്ലെങ്കിലും, അങ്ങനെ എറിയാൻ പറ്റിയൊരു 4 കല്ലെങ്കിലും കിട്ടുകയാണെങ്കിൽ അല്ലെ. എന്നാൽ എന്താണ് താലൂത്ത് നേതാവായതിന് തെളിവ് കൊടുത്തു. ഇഖാലലഹും നബിയുഹും ഇന്ന ആയത മുൽകിഹി അയതിയകും താബൂതു ഫീഹി സകീനതും മിർ റബ്ബികും വബഖിയതും മിമ്മാ തറക ആലു മൂസാ വആലു ഹാറൂൻ. മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും അവര് ഉപയോഗിച്ച് പിൻഗാമികൾക്ക് നൽകിയ വസ്തുക്കളാണ് ഈ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നത്. ആ പെട്ടി ലഭിച്ചപ്പോൾ ബോധ്യപ്പെട്ടു നേതാവ് താലൂത്ത് തന്നെ. യുദ്ധത്തിന് മനസ്സിലായി നിങ്ങൾക്ക്? ആ പെട്ടി കിട്ടിയപ്പോൾ ബോധ്യപ്പെട്ടു നേതാവ് തോലൂത്ത് തന്നെ. അതാ ഞങ്ങൾ പറഞ്ഞത്. നിഷ്പക്ഷകരായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളും ചിന്തിച്ചോ, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മഹാന്മാരുടെ ആധാറുകൾ, അവരുടെ തിരുശേഷിപ്പുകൾ, അത് സൂക്ഷിച്ചു വെക്കലും അതിന് പവറുണ്ടെന്ന് പറയലും പഴയകാലം മുതൽക്ക് തന്നെ തുടങ്ങിയതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉന്നത മേഖലയിൽ എത്തിയത് എപ്പോഴാണ്? അത് ഏറ്റവും വലിയ നേതാവ് വന്നപ്പോഴാണ്. ആരാ ഏറ്റവും വലിയ നേതാവ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് വന്നപ്പോൾ ആ നബി തങ്ങളെയാണ് സ്വഹാബത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാജയിൽ നിന്ന് തുപ്പുനീര് വന്നപ്പോൾ ആ തുപ്പുനീര് അവർ കൈകൊണ്ട് സ്വീകരിച്ചു. സഹോദരന്മാരെ, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ wudu എടുക്കുമ്പോൾ അവിടുത്തെ കൈകളിൽ നിന്ന് വരുന്ന വെള്ളം സ്വീകരിച്ചു. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനു ശേഷവും ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ അതാ ഷഅർ മുബാറക് എടുത്തു വെക്കുന്നു. സ്വഹാബികൾക്ക് പനി ബാധിച്ചപ്പോൾ, സ്വഹാബികൾക്ക് രോഗം ബാധിച്ചപ്പോൾ ഉമ്മു സലമ ബീവിയുടെ സമീപത്ത് അവർ പോകുന്നു, വെള്ളം കൊടുക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഇമാം ബുഖാരി അത് രേഖപ്പെടുത്തുന്നു. അപ്പൊ ലോകത്ത് പഴയ കാലം മുതൽക്കുള്ള സംഭവം ആണ് അത്.